ആ പെൺകുട്ടിക്ക് ഇന്നലെ വെന്റിലേറ്ററിന്റെ അടക്കം സഹായം നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം തീരുമാനിക്കും ശസ്ത്രക്രിയ വേണമോ എന്ന്. തലയ്ക്ക് കാര്യമായ പരിക്കുകളുണ്ട്. എന്താണ് പുതിയ അപ്ഡേറ്റ് അവിടെ നിന്ന് ലഭിക്കുന്നത്, രാഹുൽ? അത് എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ആരോഗ്യനില അതീവ ഗുരുതരമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. കാരണം അത്തരത്തിൽ തൃപ്തികരമായ നിലയിലായിരുന്നു ആരോഗ്യനില ഉണ്ടായിരുന്നതെങ്കിലും ഈ തലയ്ക്കുണ്ടായ പരിക്ക് തന്നെയാണ് പ്രശ്നമാകുന്നത്. കാരണം ഈ രക്തം കട്ട പിടിക്കുകയാണ്. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിശോധനയായിരുന്നു രാവിലെ നടന്നത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുമ്പോൾ നില അതീവ തുടരുകയാണ് എന്നുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായി ആ വീഴ്ചയുടെ ആഘാതം വലിയ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ വരുമ്പോൾ തന്നെ ആരോഗ്യനില തൃപ്തികരമായിരുന്നില്ല. കാരണം പ്രതികരിക്കുന്നില്ലായിരുന്നു. ആംബുലൻസ് ഡ്രൈവറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ആ വീഴ്ച, അത് ഈ വാഹനത്തിൽ നിന്ന് വീഴുമ്പോഴുണ്ടായ വീഴ്ച അത് വലിയ ആഘാതമുണ്ടാക്കി. ഏറ്റവും ആദ്യഘട്ടത്തിൽ വർക്കല ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ എത്തുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന ഘട്ടത്തിലേക്കും കാര്യങ്ങൾ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇവരെ നടത്തിയിട്ടില്ല. പക്ഷേ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ ശ്രീകുട്ടി ആരോഗ്യം നിലനിർത്തുന്നത്. പിന്തുണയോടുകൂടിയാണ് ചികിത്സ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അതായത് ഇന്നലെ രാത്രി RPF ഉദ്യോഗസ്ഥരാണ് നമ്മോട് പറഞ്ഞത് സ്റ്റേബിൾ ആണ്, തൃപ്തികരമാണ് ആരോഗ്യമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറുകയാണ്. ഇപ്പോൾ ഇന്ന് ഈ 10 മണിയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ആ സ്ഥിതി മാറുകയാണ്. ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വാർത്തയാണ്. ശസ്ത്രക്രിയ വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ ഡോക്ടർമാർ? അതായത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതിൻ്റെ എണ്ണം, അതായത് ശരീരത്തിൽ രക്തം കട്ടപിടിച്ച സ്ഥലങ്ങളുടെ എണ്ണം കൃത്യമായി നിർണ്ണയിക്കണമെന്നുള്ളത്. കാരണം അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. അത് ആരോഗ്യ പ്രശ്നം വല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ എന്ന ഒരു ഇതിലേക്ക് പോകുമോ എന്നുള്ള സംശയം അവർക്കുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി അങ്ങനെ ഒരു ചർച്ചയായിരുന്നു, ശസ്ത്രക്രിയ വേണമോ എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 9 മണിക്ക് ശേഷം ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ശസ്ത്രക്രിയ വേണമോ എന്നുള്ള ചിന്തയിലും ചർച്ചയിലുമാണ് അവർ എന്തായാലും ഉള്ളത്. അതിലേക്ക് പോകുമോ എന്നുള്ളത് അവർ തന്നെ അറിയിക്കേണ്ടതാണ്. കാരണം അത്തരം കാര്യങ്ങളിൽ ഒരു പ്രതികരണവുമായി ആരോഗ്യ വിഭാഗത്തിലുള്ള ആളുകൾ വന്നിട്ടില്ല. ഇന്നലെ RPF ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ മെച്ചപ്പെട്ടു എന്ന നിലയിൽ വിവരങ്ങൾ നൽകിയത്.